പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമീൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ അകപ്പുറം ഇടവകയിലെ ഇട്ടൂപ്പ് ആലക്കൽ കോറപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങൾ മാത്രം പറയുന്നു. തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മരണം നിത്യജീവനിലേക്കുള്ള ഒരു ജനനമാണ്. നമ്മുടെ മരണം നിത്യജീവനിലേക്കുള്ള ഒരു ജനനമായിട്ട് പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. കർത്താവ് അങ്ങനെ വ്യംഗ്യന്തരേണ പറയുന്നുണ്ട്. ഈ കാസ കുടിച്ചാൽ നിങ്ങൾ ജീവിക്കും, ഈ ശരീരം ഭക്ഷിച്ചാൽ നിങ്ങൾ ജീവിക്കും. ഇപ്പം ജീവനില്ലെന്നല്ല, അത് ശാരീരിക ജീവനല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ മരണം നിത്യജീവനിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു കവാടമാണ്. അപ്പം ചോദിക്കും, ഇവിടെ ജീവിക്കുക നിത്യജീവനുണ്ട്? ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. ആ ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങളനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ നിത്യജീവനിലാണ്. പക്ഷെ പൂർണ്ണത കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ കിട്ടുകയുള്ളൂ. അപ്പം ആ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു കവാടമാണ് മരണം, ഒരു വാതിൽ. ഇപ്പം വിശുദ്ധന്മാർ മരിക്കുന്ന ദിവസം നമ്മൾ വലിയ ആർഭാടമായിട്ട് ആഘോഷിക്കുന്നത്. അത് തെറ്റല്ലേ? എന്താ മരിക്കുന്നതിൽ നിങ്ങൾക്ക് വലിയ സന്തോഷമാണോ? രക്തസാക്ഷികളോ വിശുദ്ധന്മാരോ മരിക്കുമ്പോൾ ആ മരണം ജന്മദിനമായി നമ്മൾ കൊണ്ടാടുകയാണ്. എന്തുകൊണ്ടാണത്? അവർ നിത്യജീവനിലേക്ക് ആ കവാടം കടന്ന് പ്രവേശിക്കുമ്പോൾ നമ്മേക്കാൾ കൂടുതലായി അവർ ശോഭിക്കുകയാണ്. അവർ പറുദീസയിലേക്ക് പ്രവേശിക്കുകയാണ്, അവരുടെ ആത്മാക്കൾ. നമ്മുടെ മരിച്ചവരുടെ ആത്മാക്കൾ ചിലപ്പോൾ പറുദീസയിൽ പോയിട്ടുണ്ടാവും, അത് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. എങ്കിലും പറുദീസയിലേക്ക് രക്തസാക്ഷികളും വിശുദ്ധന്മാരും പോവും. ഇവിടെ ലോകത്തിൽ വിശുദ്ധൻ ആരാന്ന് നമ്മൾ ചോദിച്ചാൽ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ചില തെളിവുകളിൽ സഹിതം നമുക്ക് പറയാം, അല്ലെങ്കിൽ അവൻ്റെ ജീവിതം കണ്ട് നമുക്ക് പറയാം. ഒരാൾ കർത്താവിൻ്റെ രക്തസാക്ഷിയായ വേറെ തെളിവ് വേണോ? ഒരാൾ വിശുദ്ധ ജീവിതം വെച്ച് മരിച്ചുപോയാൽ വേറെ തെളിവ് വേണോ? നമ്മളവൻ്റെ ജീവിതം കണ്ട് മനസ്സിലാക്കുകയല്ലേ. അത് പട്ടക്കാരനായാലും അയ്മേനിയായാലും. ഗീവരീസാദയ്ക്ക് വല്ല ഒട്ടത്തുണ്ടോ? ഗീവരീസാദയെ മഹാവിശുദ്ധരായിട്ട് നമ്മൾ കണക്കാക്കുകയല്ലേ. അപ്പോൾ ഈ പെരുന്നാളുകൾ നമ്മൾ കൊണ്ടാടുന്നത് ഇവർ പറുദീസയിലേക്ക് പ്രവേശിച്ചു എന്ന ഉറപ്പിലാണ്. ഇവരുടെ ആത്മാവ് പറുദീസയിലേക്ക് പ്രവേശിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതാ എന്നെ പാതാളത്തിലുള്ളവർ രക്ഷയില്ല, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊന്നും അവനോട് വരില്ല. എന്നാൽ പറുദീസയിലുള്ളവർക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും. അതുകൊണ്ട് രക്തസാക്ഷികളുടെയും വിശുദ്ധന്മാരുടെയും മരണദിനം ജന്മദിനമായിട്ട് നമ്മൾ ആഘോഷിച്ച് ആർഭാടമായിട്ട് പെരുന്നാളായിട്ട് ആഘോഷിക്കും. ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ പെരുന്നാളുകളൊക്കെ ആർഭാടമായിട്ട് ആഘോഷിക്കുന്നത് വെടിക്കെട്ടും നേർച്ച സദ്യയും പ്രദക്ഷിണത്തിൻ്റെ ചെണ്ടകൊട്ടും മുതലായ ലൗകിക കാര്യങ്ങളിൽ അമർന്നു പോവുകയാണ്. വെടിക്കെട്ട് വേണ്ടാന്നോ, ചെണ്ട വേണ്ടാന്നോ, വാദ്യാഘോഷങ്ങൾ വേണ്ടാന്നോ, നേർച്ച സദ്യ വേണ്ടാന്നോ അല്ല ഞാൻ പറഞ്ഞത്. അതിനേക്കാൾ ഉപരിയായി വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല. ആ പെരുന്നാൾ കുർബാനയിൽ സംബന്ധിക്കുന്ന എത്ര പേര് നമ്മുടെ ഓരോ ഇടവകയിലും ഉണ്ടാകും. ചിലർ വീടുകളിൽ തന്നെ ഇരിക്കും. വിരുന്നുകാർ വരുന്നുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പോൾ പള്ളിയിൽ ഭക്ഷണമുണ്ട്, പിന്നെ അവർക്ക് നിങ്ങൾ വേറെ ഭക്ഷണം ഉണ്ടാകണം.
ആ കാരണം പറഞ്ഞ് മാറിയെടുക്കരുത്. ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുന്ന ദിവസങ്ങളാണ് പെരുന്നാളുകൾ എന്ന പഴയ നിയമത്തിൽ സൂചനയുണ്ട്. പെസഹ പെരുന്നാൾ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട ദിവസം, കടന്നുപോയ ദിവസം, കടന്നുപോക്കിൻ്റെ ദിവസം. ആ ഓർമ്മ നമ്മളിൽ എന്തുമാത്രം സന്തോഷവും അതേസമയം ദുഃഖങ്ങളുമാണ് ഉണ്ടാക്കുന്നത്. ഫറവോൻ്റെ കീഴിൽ കിടന്ന് കഷ്ടപ്പെട്ട ദിനങ്ങൾ അതിനോർക്കാൻ നമ്മൾ കയ്പചീരയൊക്കെ കഴിച്ചിട്ട് പക്ഷെ അത് ഓർമ്മ വളരെ നല്ല കാര്യമാണ്. ആ ഓർമ്മ ആഘോഷിക്കുന്നതെന്നല്ല, അടിമയിൽ നിന്ന് വിടർത്തപ്പെട്ടു എന്നുള്ളത് അതിലും സന്തോഷമാണ്. അത് നമ്മുടെ മക്കളെ പിൻതലമുറകളെ അത് പഠിപ്പിക്കണം. അതുപോലെ കൂടാര പെരുന്നാൾ. പണ്ട് ഇസ്രായേൽ ജനം യെരുശലേമിലേക്ക് പോയ സമയത്ത് കൂടാരങ്ങൾ ഉണ്ടാക്കി പാർത്തതിനെ ഓർത്താണ് കൂടാര പെരുന്നാളിൻ്റെ ആരംഭം പഴയ നിയമസഭയിൽ. പുതിയ നിയമസഭയിലേക്ക് വരുമ്പോൾ പത്രോസ് പറഞ്ഞില്ലേ, ഞാൻ 3 കൂടാരം ഉണ്ടാക്കാം, ഒന്ന് നിനക്കും മോശയ്ക്കും ഒന്ന് ഏലിയാവിനും. അപ്പം ആ കൂടാരം എന്ന വാക്ക് പഴയ നിയമത്തിൽ നിന്നാണ് പത്രോസിന് കിട്ടിയത്. പഴയ നിയമ വായനയിൽ നിന്നാണ് പത്രോസിന് ഈ കൂടാരം. അല്ലാണ്ട് പഴയ നിയമകാലത്ത് അവനില്ലല്ലോ. അപ്പം പുതിയ നിയമത്തെയും പഴയ നിയമത്തെയും ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് ഈ പെരുന്നാളുകളെന്ന് ഓർത്തോണം. ഇങ്ങനെ ഓരോ പെരുന്നാളിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോഴും ഉയർപ്പ് പെരുന്നാൾ, പെരുന്നാളുകളുടെ പെരുന്നാളാണ് ഉയർപ്പ് പെരുന്നാൾ. ഒരു മനുഷ്യനും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കാതിരിക്കുക. ഇപ്പം ലാസർ മറ്റുള്ളവർ ഉയർത്തെഴുന്നേൽപ്പിച്ച് കർത്താവ് ആ അർത്ഥത്തിലല്ല പറയുന്നത്. അതൊക്കെ ചിന്തിച്ചോളാം. അവരൊക്കെ ഇനി മരിക്കാനുള്ളവരാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റു, കാരണം അവൻ ദൈവമാണ്. ആ ദൈവത്തിൽ വിശ്വസിച്ചാലേ നമുക്ക് രക്ഷയുള്ളൂ. അവൻ്റെ മരണം ഉയർപ്പും നമുക്ക് വേണ്ടിയിട്ടാണ്. അത് പിതാവിൻ്റെ അനുവാദത്തോടും പരിശുദ്ധ റൂഹായുടെ സമ്മതത്തോടും കൂടി നടന്ന വലിയ വലിയ കർമ്മങ്ങളാണ്. അത് നമ്മൾ മറന്നു പോയിടയായിരുന്നു. സ്മുർമ്മ സഭയിലെ വളരെ പ്രസിദ്ധനായ ഒരു മെത്രാനായിരുന്നു അവർ പോളികാർപ്പസ്. സ്മുർമ്മ 86 വയസ്സുള്ള അദ്ദേഹത്തെ ജീവനോടെ ചുട്ടിരിക്കാനാണ് അന്നത്തെ ഭരണാധികാരി കൽപ്പിച്ചത്. നീ യേശുവിനെ വേണ്ടി വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊള്ളണം, അല്ലെങ്കിൽ നിന്നെ കൊല്ലും. ജീവനോടെ ചുട്ടിരിക്കും. ഈ പോളികാർപ്പസ് യോഹന്നാൻ ശ്ലീഹയുടെ ശിഷ്യനായിരുന്നു എന്ന് ഓർക്കണം. അത്രമാത്രം അഭേദ്യമായ ബന്ധം സഭയുമായിട്ട് അദ്ദേഹത്തിനുണ്ട്. പിന്നെ അവൻ യേശുവിനോടോ ഒരിക്കലും പറ്റില്ല. പോളികാർപ്പസ് പറഞ്ഞ മറുപടി നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കാം. പോളികാർപ്പസ് പറഞ്ഞു, അല്ലയോ ഭരണാധികാരി, നിങ്ങളെന്നെ ചുട്ടരിച്ചോളൂ. കൂടി വന്നാൽ 1 മണിക്കൂർ നേരത്തെ വേദന ഞാൻ അനുഭവിച്ചാൽ മതി. പക്ഷേ ഞാൻ യേശുവിനെ തള്ളിപ്പറഞ്ഞാൽ നരകത്തിൽ കിടന്ന് അനന്തമായി കൊല്ലങ്ങളോളം ഒരിക്കലും നശിക്കാത്ത ഒരു ഘട്ടത്തിൽ, ഒരു പീരീഡിൽ ഞാൻ വേദന അനുഭവിക്കണം. അപ്പോൾ ഏതാ എളുപ്പം? ഇവിടെ ഞാൻ 1 മണിക്കൂർ കൊണ്ട് ഞാൻ 1 മണിക്കൂർ വേണ്ട, 1 മണിക്കൂർ കൂട്ടിക്കോ, ഞാൻ വെണ്ണീറായിക്കോട്ടെ, ഞാനത് അനുഭവിച്ചോളാം. പക്ഷെ അതിനേക്കാൾ ജീവിതത്തിൽ നിത്യമായി എന്നും ഒരിക്കലും നശിക്കാത്ത ഒരവസ്ഥയിൽ നരകത്തിൽ കിടന്ന് ഞാൻ കെടാത്ത തീയിൽ കിടന്ന് മരിച്ചില്ല എന്ന അവസ്ഥയിൽ അനന്തതയിൽ ഞാൻ വേദന അനുഭവിക്കുന്നതിനേക്കാൾ ഭേദമല്ല ഈ 1 മണിക്കൂർ നേരത്തെ വേദന. എനിക്കത് മതി, ഞാൻ യേശുവിനെ വിടില്ല. അതാണ് പോളികാർപ്പസ് പറഞ്ഞത്. ആ വിശുദ്ധന്മാരുടെ പെരുന്നാളുകൾ ആഘോഷിച്ചാൽ, അവർ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കില്ലേ? നീതിമാന്മാരുടെ പ്രാർത്ഥന വാഴ്വിനായിട്ട് തീരത്ത് വേദസൂത്രത്തിൽ പറയുന്നില്ലേ? നിങ്ങളെ വിശ്വാസം പഠിപ്പിച്ചവരെ നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ, അവരുടെ ജീവിതാവസാനം ഓർത്ത്.
ജീവിക്കുവാൻ അവരെ നമ്മൾ അനുകരിക്കണം. അതാണ് അവിടെ ഉദ്ദേശിച്ചത്. പക്ഷെ അവിടെ ജീവിതാവസാനം നിങ്ങൾ ഓർക്കണം, എങ്ങനെ അവർ മരിച്ചത്, ആ മരിച്ച ദിവസം ഓർക്കണം, എങ്ങനെ മരിച്ചു എന്നുള്ളത് ഓർക്കണം, ആർക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് ഓർക്കണം. അപ്പോൾ പെരുന്നാളുകൾ ആഘോഷിക്കുന്നതൊക്കെ നമുക്ക് അനുഗ്രഹത്തിന് കാരണമാണ്. ഒരിക്കലും അതിൽ നിന്ന് മാറി നിൽക്കരുത്. വെടിക്കെട്ട് കണ്ടാലും നേർച്ച സദ്യയിൽ പങ്കെടുത്താലും, നേർച്ച സദ്യ എന്നാൽ പെരുന്നാളെന്നാ പലരുടെ വിചാരം. ഒരിക്കലുമല്ല. വിശുദ്ധ കുർബാനയ്ക്കാണ് പ്രാധാന്യം. അതിൽ സംബന്ധിച്ച് മതിയാവും. ഒരാൾ പോലും അതിൽ നിന്ന് മാറി നിൽക്കേണ്ടവരരുത്. ചില പള്ളികളിൽ 2 കുർബാനയുണ്ട്, ചില പള്ളികളിൽ 3 കുർബാനയുണ്ട്. വിശ്വാസികൾ വരുന്നതിന് വേണ്ടി സൗകര്യത്തിനാണത്. പക്ഷേ പലരും പെരുന്നാളിന് വന്നാൽ കച്ചവടക്കാരുടെ ഇടയിലായിരിക്കും, പള്ളിയത്താരും കിടക്കില്ല, അല്ലെങ്കിൽ നേർച്ച സദ്യയുടെ കാര്യങ്ങളിലായിരിക്കും. അതിനുള്ള ക്രമീകരണങ്ങൾ നേരത്തെ കൂട്ടി ചെയ്യണം. അത് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നതിന് തടസ്സമാകരുത്. അപ്പോൾ വിശുദ്ധന്മാരുടെ പെരുന്നാളുകൾ വളരെ ആർഭാടമായിട്ട് നാം ആഘോഷിക്കുന്നത് അവർ മരിച്ചതിലുള്ള സന്തോഷമല്ല, അവർ യേശുവിന് വേണ്ടി മരിച്ചു, അവർ പറുദീസയിൽ പ്രവേശിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ സന്തോഷത്തിലാണ് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നത്. അങ്ങനെ ആഘോഷിക്കുമ്പോൾ ആ വിശുദ്ധന്മാരുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ടുള്ള വിശുദ്ധ കുർബാനയിൽ നിർബന്ധമായും സംബന്ധിച്ചിരിക്കണം. അതിന് മാറി നിൽക്കാൻ ഇടവരരുത്. അവരുടെ ഓർമ്മ ആഘോഷിക്കുന്നത് വിശുദ്ധ പെരുന്നാളുകൾ കൂടിയാണ്. അവരുടെ കബറിൽ ധൂപം വയ്ക്കുന്നു അതിന് വേണ്ടിയിട്ടാണ്. വെളിപാട് 8:4 പറയുന്നില്ലേ, ധൂപവർഗത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്മാരുടെ കയ്യിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് കയറി. ധൂപപ്രാർത്ഥനയൊക്കെ എത്ര അർത്ഥവത്താണെന്ന് അറിയാം. ധൂപപ്രാർത്ഥന ഇല്ലാത്തവർ നമ്മളെ കുറ്റം പറയുക, കളിയാക്കും. 8:4 അവൻ വായിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അവൻ പറയും അതൊക്കെ സാദൃശ്യമാണെന്ന് പറയും. സാദൃശ്യമായിട്ടാണ് പറയണേ. സമാഗമന കൂടാരത്തിൽ ധൂപപ്രാർത്ഥനയില്ലേ, ധൂപം വഹിച്ചുകൊണ്ട് മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുള്ളൂ. എന്തിനത്? കർത്താവേ, ധൂപവർഗത്തിൻ്റെ പുക നിനക്ക് ഇമ്പമായിരിക്കുന്ന പോലെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്നെ പ്രീതിപ്പെടുത്തുന്നവനാകണമെന്ന് നമ്മൾ ദിവസവും പ്രാർത്ഥിക്കുന്നു. ആ ധൂപം അവന് വലിയ ഇഷ്ടമാണ്. നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധന്മാരുടെ പെരുന്നാളുകൾ നമുക്ക് കൊണ്ടാടാം. വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് നമുക്ക് കൊണ്ടാടാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.